സ്വന്തം പാർട്ടിക്കാർ കൊലപാതകം ചെയ്തിട്ട് വന്നാലും അവരെയൊക്കെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നോ, ഇമ്പോസിബിൾ. അല്ല CMA, അതൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ. കയ്യബദ്ധമോ? ഒരുത്തിനെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കിയിട്ട് കയ്യബദ്ധം പറ്റിയെന്നോ? 1 2 ആണോ? 12 വെട്ടാണ് ആ പയ്യന്റെ ശരീരത്തിലുള്ളത്. നിങ്ങളുടെ മകൻ തന്നെ പോലീസിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണല്ലോ. സാർ അങ്ങനെ പറയരുത്. നമ്മുടെ സർക്കാർ വരാൻ ഞാനും എന്റെ ആൾക്കാരും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സാറിന് അറിയാമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് സാറിനെ കാണാൻ ഞാൻ വന്നത്. സാറ് എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ എങ്ങനെ രക്ഷിക്കണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ആശുപത്രിയിൽ മൃതപ്രായനായി കിടക്കുന്ന ആ പയ്യനെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച മാരകായുധങ്ങൾ നിങ്ങളുടെ മകന്റെ ബെഡ്റൂമിൽ നിന്നല്ലേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ഇറ്റ് ഇസ് എ ക്ലിയർ എവിഡൻസ്. മകൻ വടിവാളും കത്തിയും മാരകായുധങ്ങളും കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോൾ പച്ചക്കറി എരിയാനും നഖം വെട്ടാനുമാണെന്നാണോ നിങ്ങൾ കരുതിയത്? മകനെ ഒരു ക്രിമിനലാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുകയായിരുന്നു. സാർ, എന്റെ മോൻ എനിക്ക് ആകെയുള്ളൊരു ആൺതരിയ. അവനെ വെട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന പയ്യനും തന്തയ്ക്കും തള്ളക്കും ഒരു മോൻ മാത്രമാണ്. ആ അമ്മയും വന്ന് ഇതുപോലെ സങ്കടം പറഞ്ഞാൽ ആരുടെ കണ്ണീരിനാണ് ഞാൻ വില കൽപ്പിക്കേണ്ടത്? എനിക്ക് സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാൻ മാത്രമേ കഴിയൂ. അത് ആരായാൽ പോലും ഞാൻ അങ്ങനെയേ ചെയ്യൂ. സോറി. എന്റെ മോൻ. വർഗീസേ, ഇവരെ വിളിച്ചുകൊണ്ട് പോ. പുറത്ത് ഇനിയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പോയിക്കോളൂ. പ്രതാപ സാറേ, ബാബാ CM അകത്തുണ്ട്. ഗുഡ് മോർണിംഗ് CM. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താണോ പ്രതാപ, എന്തെങ്കിലും ഇഷ്യൂ ഇല്ലാതെ താൻ വരില്ലല്ലോ? ഈയിടെ ആനമുടിയിൽ നടന്ന കൂട്ടക്കൊലയെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. DYSP സുരേന്ദ്രനാഥും CI തോമസും അന്വേഷിച്ചാൽ ഈ കേസ് തെളിയാൻ പോകുന്നില്ല CM. ഏതെങ്കിലും എഫിഷ്യന്റ് ആയ IPS ഉദ്യോഗസ്ഥന്മാരെ വേണം ഈ കേസ് ഏൽപ്പിക്കാൻ. ഇപ്പോൾ അന്വേഷിക്കുന്നവരെ മാറ്റി പുതിയൊരാളെ ഏൽപ്പിക്കണമെന്ന് വെച്ചാ അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുന്ന കാര്യമാണോ? കാര്യങ്ങളൊക്കെ പ്രതാപനും അറിയാവുന്നതാണല്ലോ. പോലീസിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിട്ടുള്ളത്. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ജനങ്ങളുടെ പ്രതികരണം അറിയാനാവൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത സത്യസന്ധനായ ഒരു ഓഫീസറെ കൊണ്ട് വേണം ഈ കേസ് അന്വേഷിപ്പിക്കാൻ. പ്രതാപന്റെ ഉദ്ദേശശുദ്ധിയും ആവേശവും എനിക്ക് മനസ്സിലാവും. ഒരു യുവനേതാവായാൽ അങ്ങനെ ആയിരിക്കുകയും വേണം. ഏതായാലും DGPയുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. പോരെ? ഓ,
ഈ എൻക്വയറി നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ചുറ്റുപാട് നിന്നും എതിർപ്പായിരുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അന്വേഷണം എന്ന പേരും പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്. ഇങ്ങനെ ഒരു അഡ്വൈസ് പ്രതീക്ഷിച്ച് തന്നെയാണ് സാർ ഞാൻ വന്നത്. കൈക്കൂലി അഴിമതിയും നടത്തി വാദിയെയും പ്രതിയെയും ഒരുപോലെ സേവിക്കുന്ന വലിയ സ്രാവ് ഉള്ളിടത്തോളം കാലം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല സാർ. നീ ഇരിക്കെ. മറ്റുള്ളവർ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഡ്യൂട്ടി ജെന്യൂനായിട്ട് ചെയ്യുക. പിന്നൊരു കാര്യം കൂടി, സീനിയർ ഓഫീസേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാതെ എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെയാകണമെന്ന് പറയുന്ന നിന്റെ ആ പഴയ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിനെ തന്നെ അത് ബാധിക്കും. സാർ ഞാൻ പറയുന്നത് നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നൗ ഡു വാട്ട് ഐ സേ. നിന്റെ ശുണ്ഠിയും ചൂരും ധാർഷ്ട്യവും ഒക്കെ ഒന്ന് മയപ്പെടുത്തി എല്ലാവരുമായി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം സാർ. പക്ഷെ ഔട്ട് ഓഫ് ദ വേയിൽ എന്തെങ്കിലും കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? ആരുടെയും മുഖത്ത് നോക്കാതെ ഹോണസ്റ്റായി ഡ്യൂട്ടി ചെയ്യണമെന്നല്ലേ സാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായി ഈ കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണമെന്ന് പഴമൊഴിയുണ്ടല്ലോ. ആ പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിനക്കിട്ടൊരു ഓമന പേരുണ്ടല്ലോ, അടിയോടടി. അതൊന്നും മാറ്റിയെടുത്ത് അച്ഛന്റെ പേര് കളയാതെ അടിയോടിയിൽ തന്നെ നിന്നാൽ മതി. സാർ അത് വെറുതെ അസൂയക്കാരൻ. എന്തായാലും എന്നെ അറിവിന്റെ അക്ഷരം പഠിപ്പിച്ച അടിയോടി സാറിന്റെ മകനായതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. എനിവേ ഓൾ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. താങ്ക് യു സാർ. ഇതാണ് ഞാൻ പറഞ്ഞ എസ് ഐ മാത്തുക്കുട്ടി. ഹി വിൽ അസിസ്റ്റ് യു. മാത്തുക്കുട്ടി ആനമുടിയും സറൗണ്ടിങ്സും നന്നായി അറിയാവുന്ന ആളാ. എന്റെ മദറിന്റെ നേറ്റീവ് പ്ലേസ് ആണ് സാറേ ആനമുടി. സാറ് കേട്ടിട്ടുണ്ടാവും മണവാളൻ ജോസഫ്. അതെ, സിനിമാ നടൻ മണവാളൻ ജോസഫ് അല്ല, അഡ്വക്കേറ്റ് മണവാളൻ ജോസഫ്. അദ്ദേഹത്തിന്റെ മകളാണ് എന്റെ മദർ. ആ മദറിന്റെ മകനാണ് ഞാൻ. മതി 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 മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.